എക്സ്പ്ലോറിംഗ് വയനാടിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് സുൽത്താൻ ബത്തേരിയിലെ ജെയിൻ ടെമ്പിളിലാണ്. നമുക്കിന്ന് ജെയിൻ ടെമ്പിളിൻ്റെ വീഡിയോ ആണ്. സുൽത്താൻ ബത്തേരി ടൗണിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ജെയിൻ ടെമ്പിൾ ഉള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഒരു ടെമ്പിളാണിത്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ ജെയിൻ ടെമ്പിളിലാണ് നമ്മളിന്നുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ജെയിൻ ടെമ്പിളാണിത്. AD 13-ാം നൂറ്റാണ്ടിൽ വിജയനഗര ഡൈനാസ്റ്റിയുടെ കീഴിലുള്ള ഒരു രാജാവാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ഇത് പിടിച്ചടക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആയുധപ്പുരയായിട്ടും ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ ഓഫ് സർവേയുടെ കീഴിലാണ്. അന്നത്തെ കാലത്ത് 13-ാം നൂറ്റാണ്ടിൽ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ ശില്പങ്ങളും കുറേ കൊത്തുപണികളും ഒക്കെ നമുക്കിങ്ങനെ കാണാം. സാധാരണ ഒരു ഹിന്ദു അമ്പലത്തിൽ കാണുന്ന പോലെ ഉള്ള ഒരു കൊത്തുപണികളൊന്നുമല്ല, വേറൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഉള്ള വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഫുള്ള് കരിങ്കല്ല് പോലത്തെ കല്ലുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല, പക്ഷെ നല്ല ഉറപ്പുള്ളൊരു ഭിത്തിയൊക്കെയാണ് ഇതിനുള്ളത്. ഇവിടെ പണ്ടിങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വാതിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കിടക്കാൻ കഴിയില്ല, ഇത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. വ്യത്യസ്തമായ ശില്പങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഫുള്ള് കല്ലിലാണ് കേട്ടോ പണി തീർത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു വിഗ്രഹം പോലെ ഉണ്ട് അവിടെ, അത് കാണാൻ കഴിയുന്നില്ല. ഇതാ അവിടെ ഒരു വിഗ്രഹം പോലെ ഉണ്ട്. അടുത്ത ഉരല് പോലെ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുക. ഇതൊക്കെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. 13-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ അമ്പലം. സമയമുള്ളവർ തീർച്ചയായിട്ടും കാണുക, വരിക, ഇതൊക്കെ ആസ്വദിക്കുക. നമ്മുടെ പഴയ ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലിലേക്കൊക്കെ നമുക്ക് പോകാവുന്നതാണ്. വൈകിട്ട് 5:30 വരെ ഇവിടെ സമയമുള്ളൂ. 5:30 കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടുത്തെ സന്ദർശന സമയം ആകെ 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് സന്ദർശിച്ചിട്ട് പോകണം എന്നാണ്, പക്ഷേ ആരും അങ്ങനെ പോകുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 10 മിനിറ്റാണ് സന്ദർശന സമയം എന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ ആ ഒരു ടൈമിൽ കണ്ടിട്ട് പോരാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഒന്നും വന്നിട്ട് വേസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ നമ്മുടെ പേര് എഴുതി വെക്കാനോ അതിനൊന്നും ശ്രമിക്കാതിരിക്കുക. മിക്ക സ്ഥലങ്ങളിലും അവിടെ പേരും ഒക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ലവേഴ്സിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ സ്വന്തം പേര് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര മോശമാണ്. ഇതേപോലൊരു പൈതൃകമുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇവിടെ മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും അതൊന്നും ചെയ്യാതിരിക്കുക. വേസ്റ്റൊക്കെ ഇവിടെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുക. ഇവിടെ എല്ലാ സ്ഥലത്തും തന്നെ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസുകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രസ് ചെയ്യുക. എന്നാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ദിസ് ഈസ് അഫ്സൽ ഇസ്മായിൽ സൈനിങ് ഓഫ്.